ബ്രേക്ക്ഫാസ്റ്റ് കാണില്ലാലോ. ഞാനിന്ന് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാൻ പറഞ്ഞതായിരുന്നു. ഞാൻ അപ്പം പറഞ്ഞു. അമ്മേ, അമ്മ വന്നോ? അപ്പം എവിടെ? അപ്പല്ല, ഇന്ന് പുട്ടാണ്. നീക്ക് അപ്പം മതി. എനിക്ക് പുട്ടും മുട്ടക്കറി മതി. അപ്പൊ ഉരുളക്കിഴങ്ങും, അതാ ടേസ്റ്റ്. അത് നിനക്ക് പുട്ടിന്റെ മുട്ടക്കറിയുടെ ടേസ്റ്റ് അറിയാഞ്ഞിട്ടാണ്. എനിക്കറിയാം. എന്തുട്ടറിയാം? കൊറേ തേങ്ങ മാത്രം ഉണ്ട്. അപ്പൊ അപ്പത്തി തേങ്ങയില്ലേ? ഇല്ല. തേങ്ങ പുട്ടിലുണ്ട്, അപ്പത്തിലുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. കാണണെങ്കിലേ അമ്മ മിക്സിയിൽ ഇടുമ്പോ വന്ന് നോക്കണം. എനിക്ക് അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അതിനിപ്പോ അവിടെ ആരാ കുഴി എണ്ണ കാര്യം പറഞ്ഞേ? അങ്ങനെ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, ഞാൻ കേട്ടു. അതാ പറഞ്ഞേ. നിന്നെ കൊണ്ട് അതിനെ കൊള്ളാവൂ? പപ്പയെ പോലെ മറ്റുള്ളവർ പറയണത് പറഞ്ഞോണ്ടിരിക്കുക. നിന്നെ കൊണ്ട് അതിനും കൊള്ളില്ല. ഇതെന്ത് രാവിലെ നോക്കി രണ്ടും കൂടി തമ്മിലടി? അല്ല കല്ലുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നിട്ട് നീ ഈ കുട്ടിയോട് തമ്മിലടിക്കണ കണ്ടില്ലേ? കണ്ടു. അല്ല, നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? എന്താ പറ്റിയത് കല്ലുവേ? അല്ലല്ല, എന്തോ ഉണ്ട്. നിന്റെ മുഖം വല്ലാണ്ട് വാടിയിരിക്കണു. എന്റെ അമ്മേ, തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ. എപ്പ തുടങ്ങി പനി? വെളുപ്പിനെ തുടങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ എന്താ എന്നെ വിളിക്കാത്തത്? ഇന്നലെ ചരക്ക് എടുത്തിട്ട് രഘുവേട്ടൻ താമസിച്ചല്ലേ വന്നത്, അതുകൊണ്ട് ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചിട്ട് ഇങ്ങനൊക്കെ ഉള്ളത് മിണ്ടാണ്ടിരിക്കുകയാണോ? സാരില്ലേ രഘുവേട്ടാ? നീ പറയ്, നിങ്ങൾ എന്തുട്ടാ വഴക്കിട്ടെ? അപ്പത്തില് തേങ്ങ ഇടില്ലേ? രാവിലെ സ്കൂളിൽ പോകാനുള്ള നേരത്തെ അപ്പത്തിന് തേങ്ങ ഇടുന്ന കാര്യമാണോ പറഞ്ഞോണ്ടിരിക്കണേ? എനിക്ക് നല്ല ദേഷ്യം അങ്ങോട്ട് വരണുണ്ട് കേട്ടോ. നിങ്ങളുടെ അമ്മയാണ് ഇവിടെ വയ്യാണ്ട് നിക്കണത്. ചോദിക്കാൻ തോന്നിയോ രണ്ടിനും? രാവിലെ നിങ്ങൾക്ക് അപ്പത്തിന് അപ്പം, ദോശയ്ക്ക് ദോശ പറയണതൊക്കെ ഉണ്ടാക്കി തരുന്ന ആളാണ്. അങ്ങനത്തെ ഒരു അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമ്പോ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ചോദിക്കണം, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്. മാറണ വരെ ഇടയ്ക്കൊക്കെ ചോദിക്കണം. സാരില്ല, അവര് കുട്ടിയോളല്ലേ, അറിയാനുള്ള പ്രായമായി വരണല്ലേ ഉള്ളൂ. എന്റെ കല്ലുവേ, കുട്ടിയിലെ തന്നെ ഇതൊക്കെ ശീലിക്കണം. 24 മണിക്കൂറും നീ അടുക്കളയെ കിടന്ന് മടഞ്ഞുണ്ടാക്കണില്ലേ? അത് ആർക്ക് വേണ്ടിയിട്ടാണ്? പറയ്, ആർക്ക് വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ ബോധം വേണം ട്ടാ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നിക്കണോ? ചെന്ന് ചോദിക്ക്. സാരില്ല മക്കളെ. എന്തത് ഇപ്പൊ പെട്ടെന്ന് പനി വരാൻ കാരണം? ഇന്നലെ മഴയത്താണ് ഇവിടെ തുണിയൊക്കെ തിരുമ്മിയിട്ടെ, അതുകൊണ്ടാവും. അതിന് വാഷിംഗ് മെഷീൻ ഇല്ലേ? കേട്ടാ, അത് കേടായിട്ട് 2 മാസായി. 2 മാസേ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ തന്നെ ഒരുപാട് ചെലവില്ലേ, അതുകൊണ്ട് പറയണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഈ 2 മാസം എല്ലാ ഡ്രസ്സും ബെഡ്ഷീറ്റ് ഉൾപ്പെടെ അലക്കിയിരുന്നത് നീയാണ്. എന്നിട്ട് ഇന്നലെ മഴയത്തും കൂടി നിന്ന് അലക്കി അല്ലേ? ഇത്ര കാര്യാക്കണ്ട, ഒരു ചുക്ക് കാപ്പി കുടിച്ചാ പോകും. എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കണോ? വേണ്ട. ഉച്ചയ്ക്ക് കട പൂട്ടി ഞാൻ വരാം. ഉച്ച വരെ മതി ഇന്നത്തെ കച്ചവടം. ശരി കേട്ടാ, നമ്മള് പച്ച പിടിച്ച് വരണേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് നിനക്ക് വയ്യാണ്ടാവുമ്പോ എനിക്ക് അവിടെ ഒരു മനസമാധാനം ഇല്ലാട്ടാ. പ്രത്യേകിച്ചും വലിയ വീട്ടില് നീ ഒറ്റയ്ക്ക്. അതിനപ്പുറത്ത് യാസും ഇല്ലേ? നീയല്ലേ ആള്. എന്ത് വയ്യാഴി ഉണ്ടെങ്കിലും ആരോടും പറയില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെയാണ് അപ്പുറത്തെ വീട്ടിലെ യാസു അറിയാൻ പോണേ. അല്ല, കുട്ടികളെ കൊണ്ട് വിട്ടിട്ട് ഞാൻ ഇങ്ങടേക്ക് പോരുന്നാലോ? ചുക്ക് കാപ്പി ഇടണ്ടേ? അത് ഞാൻ ഇട്ടോളാം. രാവിലെ ഇവർക്ക് എന്താ കൊടുക്കുക? എനിക്ക് അപ്പം മതി. പുട്ട് ആ ദേവസിയുടെ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുവോ? വേണ്ട, എനിക്ക് അവിടെ അത്ര വൃത്തി തോന്നണില്ല. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ബ്രെഡ് കഴിച്ചാ മതി. അച്ഛൻ ഓംലെറ്റ് ഉണ്ടാക്കി തരാം. പറയണ ഇങ്ങോട്ട് കേട്ടോളൂ. ഞാൻ പോയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് ബുക്സ് ഒക്കെ ബാഗിൽ വെക്കട്ടെ. വാട്ടർ ബോട്ടിൽ വെള്ളം എടുക്കണമല്ലോ. അപ്പൊ ഉച്ചയ്ക്കോ രഘുവേട്ടാ? യാസുവിനോട് ചോദിച്ചു നോക്കാല്ലേ? വേണ്ട, എന്തായാലും ഞാനിന്ന് പോണില്ല എന്ന് തീരുമാനിച്ചു. ചോറ് എന്തെങ്കിലും എളുപ്പത്തിലുള്ള കൂട്ടാനും ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തോളാം. വേണ്ടെങ്കിൽ വേണ്ട, ഒന്നും കഴിക്കണ്ട. എന്തായാലും ഇന്ന് യാസുവിനെ ബുദ്ധിമുട്ടിക്കാൻ പോണില്ല. ഈദിന്റെ അന്നത്തെ ഫുൾ ഭക്ഷണം അവിടെ നിന്നായിരുന്നു. നമ്മൾ ആർക്കും ഒരു ശല്യാവാൻ പാടില്ല, മനസ്സിലാവണുണ്ടോ? കല്ലുവേ, നീ പോയി കിടന്നേ. ബാക്കി കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാട്ടാ. ഒന്നും മിണ്ടണ്ട, പോയി കിടക്കാൻ പറഞ്ഞാ കിടക്കണം. ഞാൻ പോയി സ്കൂൾ ബാഗ് ഒരുക്കട്ടെ. ഈ റെയിൻ കോട്ടുകൾ എവിടെയാണാവോ? അവസാനം നമുക്ക് പുട്ടും കിട്ടിയില്ല, അപ്പവും കിട്ടിയില്ല അല്ലേടിയേ? ചേച്ചി, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് അസുഖം മാറിയാ മതിയായിരുന്നു. എന്താ ചെയ്യാ? നമുക്ക് പ്രാർത്ഥിക്കാട്ടാ. കുട്ടികൾ പ്രാർത്ഥിച്ചാ ദൈവം കേൾക്കുന്ന പറയണേ. സത്യം.
ഞാൻ കേട്ടതാ. അങ്ങനെയാണ് സന്ധ്യക്ക് വിളക്ക് കൊളുത്തുമ്പോ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കേ, പേര് വിളിക്കാൻ ഉള്ളവര് വായോ. ഹായ് അച്ചു, ഹായ് അമ്മു. നിങ്ങൾ ഞങ്ങളെ പോലെ കുസൃതികളാണോ? കുസൃതികള് ആയിട്ടുള്ളവര് കമന്റ് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണേട്ടാ. സബ്സ്ക്രൈബും